അങ്ങനെ ഇവള് നേരെ പോയിനാണ്ട് ആ കുളത്തേക്ക് അങ്ങ് ചാടും. ഇത് കണ്ടിട്ട് ഇവളെ ഉമ്മ ആകെ സൗണ്ട് ഉണ്ടാക്കി എല്ലാരെയും വിളിക്കും. ഇത് കേട്ടിട്ട് ഇവരുടെ വീടിന്റെ തന്നെ അടുത്തുള്ള അരുണേട്ടൻ ഉണ്ടാവും. ആള് വേഗം ഓടി വരും. ആള് വേഗം ഓടി ചെന്നാണ്ട് കുളത്തേക്ക് എടുത്ത് ചാടും. അങ്ങനെ ഇവളെ രക്ഷിക്കും. ഇവരുടെ വീടിന്റെ അവിടെ നിന്ന് ഈ പറമ്പൊക്കെ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഇവർ അവിടെ എത്തി ഫിദേനെ എടുക്കുമ്പോൾ തന്നെ ഇവരുടെ ബോധമൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ ഇവർ നേരെ ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പിന്നെ ഇവർക്ക് ബോധമൊക്കെ വരും. ഡോക്ടർ കാണിക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, പാനിക്കായി പോയതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പറഞ്ഞേക്കും വരെ. അങ്ങനെ ഇവര് വീട്ടിൽ വന്ന് അന്ന് രാത്രി തൊട്ടാണ് ശരിയായ സംഭവങ്ങൾ ഇനിയാണ് തുടങ്ങുന്നത്. ഇവള് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന തൊട്ടേ ഭയങ്കര ഷോക്കായിട്ട് ഇരിക്കായിരിക്കും. എങ്ങനെ അവിടെ എത്തി, എങ്ങനെ കുളത്തേക്ക് ചാടി, ഇതൊന്നും ഇവർക്ക് അറിയുന്നുണ്ടാവില്ല. ഇതിനെ ആലോചിച്ച് അങ്ങനെ ഒരു ഭാഗത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും ഇവളെ ഇരിപ്പെല്ലാം കണ്ടിട്ട് ഉമ്മ വേഗം ഉമ്മാനെ വിളിക്കും. ഇവർ രണ്ടുപേരും ഇവളുടെ കൂടെയൊക്കെ അന്ന് കിടക്കുന്നുണ്ടാവുക. അജു മാത്രം വേറെ റൂമിൽ ഒറ്റക്കുമാണ് കിടക്കുക. അങ്ങനെ ഇവൻ ഒറ്റക്ക് കിടന്നിട്ട് ഇതന്നെ ആലോചിച്ചിട്ട് ഇവന് ഉറക്കൊന്നും വരൂല. അങ്ങനെ രാത്രി കുറച്ച് ടൈം ആകുമ്പോൾ ഇവന് ബാത്റൂം പോകാൻ വേണ്ടി എണീക്കും. അങ്ങനെ ഹാളിലാണ് ബാത്റൂം ഉള്ളത്. അങ്ങനെ ഹാളിൽ പോയിട്ട് തിരിച്ചു വരുന്ന ടൈമിൽ ഹാളിൽ ആരും ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഇവൻ നോക്കുമ്പോൾ ഇവളായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇവനെ കാണുന്നൊന്നും ഉണ്ടാവില്ല. ഇവള് ഹാളിന്റെ ഒരു മൂലക്ക് നോക്കി ഇങ്ങനെ സ്റ്റെക്കായി ഇരിക്കുന്നതായിരിക്കും. ഇവളുടെ ഇരുത്തം കണ്ടിട്ട് തന്നെ പേടിയായിട്ട് ഇവൻ വേഗം റൂമൊക്കെ കയറും. എന്നിട്ട് വാതിലിന്റെ വിടവിലൂടെ ഇങ്ങനെ നോക്കി ഇവള് കുറച്ചേരം ഇങ്ങനെ ചുമരക്ക് നോക്കി ഷോക്കായി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പെട്ടെന്ന് ഇവളങ്ങ് എണീച്ചിട്ട് ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെറുതെ നടക്കും. അതായത് ഭയങ്കര ധൃതിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഈ ചെയറിൽ വന്നിരിക്കും. എന്നിട്ട് ഇങ്ങനെ കാലൊക്കെ വെറുതെ ഇങ്ങനെ കൂട്ടിയിരിക്കുന്നുണ്ടാവും. അതായത് ആകെ ആൻസൈറ്റി ഉള്ളവരെ പോലെ എന്തെല്ലാം ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നുണ്ടാവും. ഇതൊക്കെ കണ്ടിട്ട് അജുവിന് ഭയങ്കര പേടിയാവും. ഇവന്റെ മനസ്സിൽ മൊത്തം ഇവന്റെ ഇത്രയും ആ ആളുടെ പോലെ ആകും, ഇവൾക്കും അതുപോലെ ഭ്രാന്തൊക്കെ ആവും എന്നുള്ള പേടിയായിരിക്കും. അങ്ങനെ ഇവൻ പേടിച്ച് എപ്പോഴോ കിടന്ന് ഉറങ്ങും. രാവിലെ എണീച്ച് ഫിദേനെ ചെന്ന് നോക്കുമ്പോൾ ഫിദ നല്ല ഉറക്കത്തിലായിരിക്കും. കിച്ചണിൽ പോകുമ്പോൾ അവിടെ ഉമ്മ ഉണ്ടാവും. ഉമ്മനോട് ഇവന് തലേന്ന് കണ്ട കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ഉമ്മ പറയും, ഉമ്മയും ഉമ്മാമയും ഇവളെ ഉറങ്ങിയതിന് ശേഷമാണ് ഉറങ്ങിയിട്ടുള്ളത്, പിന്നെ ഇവളെ എണീച്ച് പോയതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുവേ. അപ്പൊ ഇവൻ പറയും, എനിക്ക് എന്തോ പേടിയാവുന്നുണ്ട്, ഇത്താക്ക് എന്തോ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയും. അപ്പൊ ഉമ്മ ചിരിച്ചിട്ട് പറയും, നീ ആ കഥ കേട്ടിട്ടാണ് പേടിക്കുന്നത്, അതൊക്കെ ഓരോ കഥയല്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുവേ. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോകും. പിറ്റേ ദിവസം ഇവർക്ക് രണ്ടുപേർക്കും ക്ലാസ് ഉണ്ടാവും. ഇവളെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ഓക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഇവർ രണ്ടുപേരും സ്കൂൾക്ക് പോകാനും ഇറങ്ങും. അങ്ങനെ ഇവർ നടന്നു പോകുമ്പോൾ അജു മുന്നിലും ഫിദ ബാക്കിലായിട്ടായിരിക്കും നടക്കുക. ഇവരെന്തൊക്കെയും സംസാരിച്ചിട്ടായിരിക്കും നടന്നു പോകുന്നുണ്ടാവുക. കനാലിന്റെ അടുത്തെത്തിയപ്പോൾ അജു എന്തൊക്കെ പറഞ്ഞിട്ട് ഫിദ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ അജു ഇവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവളുണ്ടാവും ഒരു ഭാഗത്തേക്ക് നോക്കിനാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഈ പറമ്പിന്റെ ഭാഗത്തേക്ക് നോക്കിനാണ്ടൊക്കെ ഇവളിങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നുണ്ടാവുക. ഇവൻ കുറെ ഇവളെ വിളിക്കും, പക്ഷെ ഇവള് റെസ്പോണ്ട് ചെയ്യൊന്നും ചെയ്യൂല. പക്ക അവിടേക്ക് നോക്കിനാണ്ട് സ്റ്റെക്കായി ഇങ്ങനെ നിൽക്കുക.